വല്ലാണ്ട് വിരട്ടരുത്. വളർന്ന പാർട്ടി വേറെയാണ് എന്നാണ് ആയങ്കിയുടെ മാസ്റ്റലോ. അതിന് താഴെയാണ് ഈ പറഞ്ഞ സൈബർ സഹാക്കൾ പോയി ലാൽസലാം കോമ്പനന്റ് ഗംഭീരം മനോഹരം എന്നൊക്കെ പറഞ്ഞിടുന്നത്. ഈ റോബിൻഹുഡ് എന്ന് പറയുന്ന സാധനം പണ്ട് തൊട്ടേ നമ്മുടെ കൾച്ചറിലുള്ളതാണ്. അത് കായംകുളം കൊച്ചുണ്ണിയും വെള്ളായണി പരമൂനെയും ഇത്തിക്കര പക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ കായംകുളം കൊച്ചുണ്ണിയും വെള്ളായണി പര ഇത്തിക്കര പക്കിയെ സ്വർണ്ണക്കടത്ത് നടത്തി കാശുണ്ടാക്കിയിട്ടില്ല, ഡർട്ടി ബിസിനസ് നടത്തിയിട്ടില്ല. ഇയാള് കായംകുളം കൊച്ചുണ്ണിയോ റോബിൻഹുഡോ ഒന്നും അല്ല. അങ്ങനെ ഒരു കമ്പാരിസൺ ഇവിടെ സാധ്യമല്ല. വളർന്ന പാർട്ടി എന്നാണോ പറയേണ്ടത്, വളർത്തിയ പാർട്ടി എന്നാണോ ശ്രീ ജയരാജ്? ഇതിനകത്ത് നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. ഈ ഒരു വിഷയത്തിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു ഘടകത്തിലോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മെമ്പർ പാർട്ടി മെമ്പർ പോലും അല്ല ഈ പറഞ്ഞ ആളുകളൊന്നും. പിന്നെ ഇവർ എല്ലാം കൊട്ടേഷൻ വർക്കിലോട്ട് തിരികുകയും ഗോൾഡ് സ്മഗ്ലിംഗ് കേസസിലോട്ട് തിരികുകയും പിന്നെ അതിനകത്ത് ഈ കൊലപാതകത്തിലേക്ക് വരെ ചെന്നെത്തുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഇത് കേരളം ഇത് മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ ഇത് നൈസായിട്ട് ആരും ശ്രദ്ധിക്കാതെ പോയതാണ്. ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലയിലെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ് നേരത്തെ, ഇത്തരം സംഘങ്ങൾ അതിനകത്തുണ്ട്. ഇത്തരം കള്ളക്കടത്ത് ലഹരി മാഫിയ സംഘങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധമുള്ള ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ട് പലരും ഉണ്ട്. ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് അത് പണിയാണ്. ഇവർ പാർട്ടിക്ക് മീതെ ചാഞ്ഞ മരമാണ്. പരാതി കൊടുത്തു, പരാതി ഇവിടെ കിടന്നു. എന്നിട്ട് എം വി ജയരാജൻ തള്ളി പറഞ്ഞു. ആരെ തള്ളി പറഞ്ഞു? നമ്മുടെ മനു തോമസ് തള്ളി പറഞ്ഞു. മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇന്ന് മനു ഇടുന്നുണ്ട് ഇവരെ വളർത്തിയത് ആരാണെന്നുള്ള കാര്യം. വളർത്തി വലുതാക്കിയവർക്ക് അങ്ങനെ പെട്ടെന്ന് കൈയൊഴിയാൻ പറ്റുമോ ശ്രീ ജയരാജ് ഇതുപോലെ ഗൂണ്ടകളുടെ കാര്യത്തിൽ? ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തിച്ചിരുന്ന പല ആളുകളും ഡിവൈഎഫ്ഐയുടെ പല ഓപ്പറേഷൻസിനും കൂടെ നിന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്കും പാർട്ടിക്ക് ഇവരെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട്. അത് എല്ലാ സംഘടനകളിലും അങ്ങനെ ഉണ്ടാവും. കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ലേ ഈ മറ്റേ ഉണ്ണിത്താൻ ചേട്ടന്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുണ്ടുരിഞ്ഞതാര തമ്മനം ഷാജിയും ആ ഗ്യാങ്ങുകളല്ലേ അവർ കോൺഗ്രസ് അല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഗുണ്ടകളെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കാറുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഇവരെ ഇവർ ക്രിമിനൽസ് ആണ്, ഇവർ ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുക അല്ലാതെ പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ ഇതിന്റെ അടിയിൽ വന്ന് ഗോഗോ വിളിക്കുന്ന ഫേസ്ബുക്കിൽ ഫേസ്ലെസ് ആയിട്ടുള്ള അയാൾ ഇടുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ വെല്ലുവിളിക്കുക ഒക്കെ വന്ന് താഴെ വരുന്ന ലൈക്ക് അടിക്കുന്നവർ അല്ലെങ്കിൽ ചെങ്കൊടി ഇടുന്നവർ അല്ലെങ്കിൽ ലാൽസലാം പറയുന്നവരെ ഒക്കെ നോക്കൂ. അവർ 99.9% CPM സൈബറാണ്. ഞാൻ വിശ്വസിക്കില്ല. അയാൾ നടത്തിയ എന്ത് ഉദാത്ത രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ടാണ് ഈ CPM സൈബർ ആയെങ്കിൽ സിന്ദാബാദ് വിളി. CPM-ന് അങ്ങനെ സൈബർ സേന CPM സൈബർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗമൊന്നുമില്ല. ഇതിനകത്ത് കുറെ അധികം അനുഭാവികളെന്ന് പറയുന്നവരും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് നടിക്കുന്നവരും അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനെയൊന്നും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങളെ എല്ലാത്തിനെയും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അല്ലല്ല, കുറച്ചുകൂടി വ്യക്തമായി പറയണം സഖാക്കളെ, നിങ്ങളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. ഇത്തരത്തിൽ സ്വർണ്ണ കള്ളക്കടത്തിൽ കൂടി അധമ സാമ്രാജ്യങ്ങൾ കിട്ടുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങൾ അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം വെച്ച് പുലർത്താൻ പാടില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രം അതല്ല, അതിന്റെ പോരാട്ട ചരിത്രം അതല്ല. ഇവർ ഗൂണ്ടകളാണ്, നമുക്ക് അവരുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് നേർക്കുന്നവർ കുറച്ചുകൂടി വ്യക്തമായ ക്ലാരിറ്റിയോടെ പറയണ്ടേ നേതൃത്വം? നീ നിന്റെ പാട് നോക്കി പോടാ. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടതല്ല, അത് വ്യക്തമായിട്ട് പാർട്ടി അല്ലല്ല, പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടതാണ്. വളരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ഗൂണ്ടകൾക്ക് പാർട്ടി അനുഭാവികളെ പിന്തുണ കിട്ടുകയാണെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ പറയണം. പാർട്ടിക്ക് മുന്നിൽ പറഞ്ഞ അനുഭവങ്ങൾ അറിയാം. ഈ ആയെങ്കിയാണെങ്കിലും മറ്റേ തില്ലങ്കേരി ആണെങ്കിലും ഇവനൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് പാർട്ടിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഘടകത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരാരും ജില്ലാ കമ്മിറ്റി മെമ്പറോ സംസ്ഥാന കമ്മിറ്റി മെമ്പറോ ഒന്ന് ഡിവൈഎഫ്ഐയുടെ പോലെ ഏരിയ കമ്മിറ്റിയോ അല്ലെങ്കിൽ വില്ലേജ് സെക്രട്ടറി പോലും ആയിരുന്നില്ല, ഒരു യൂണിറ്റ് സെക്രട്ടറി പോലും അല്ലാത്ത ഒരാളാണ്. ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. അവരെ എല്ലാം പാർട്ടിക്ക് ഓൺ ചെയ്യാൻ പറ്റും. പണ്ടൊരു കാലത്ത് പണ്ട് ഡിവൈഎഫ്ഐ ആയിരുന്നു, ഇന്നും ഞാൻ പാർട്ടി അനുകൂല പോസ്റ്റുകൾ ഇട്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവര് ഒരു സുപ്രഭാതത്തിൽ മാറി മറിയുന്ന ആളുകളല്ലേ. അവരുടെയൊക്കെ നിലപാടുകളും അവരുടെയൊക്കെ ബോധവും അത്തരത്തിലേ ഉള്ളൂ. അത്തരത്തിലുള്ള ആളുകളെ ഒന്നും ഓൺ ചെയ്യേണ്ടുന്ന കാര്യമൊന്നും ഒരു കാരണവശാലും CPM-ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനെ ഈ ഗൂണ്ടാപ്പണിക്ക് പാർട്ടിയെ തൂക്കി വെക്കുന്ന ഗൂണ്ടകളാണ്. ആർക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ? ഏതൊരു ക്രിമിനലും ഏതൊരു ഫ്യൂജിറ്റീവും അയാളുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടാകാം. പക്ഷെ അതൊന്നും തന്നെ ജനാധിപത്യ ഭരണക്രമത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നതിനുള്ള ഒരു ന്യായീകരണമല്ല. സോഷ്യൽ മീഡിയയിലൂടെ നിയമവ്യവസ്ഥയെ ഒരുത്തൻ വെല്ലുവിളിച്ചിട്ട് അയാൾക്ക് എന്ത് കാരണം ഉണ്ടെങ്കിൽ എന്താണ്, ഹൗ ക്യാൻ ഹി ചാലഞ്ച് ദ ഗവൺമെന്റ് എന്നിട്ട് അതിന് സപ്പോർട്ട് കിട്ടുക? ഇവരൊന്നും തീർത്തും അപരിഷ്കൃതമായിട്ടുള്ള രീതിയിൽ സമൂഹ മാധ്യമത്തിൽ കിട്ടുന്ന ഈ സപ്പോർട്ട് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ. അർജുൻ ആയെങ്കിൽ
ഞാൻ എന്തോ പോലീസിനെ വെട്ടിച്ച്, ഞാൻ എന്തോ പിണറായി വിജയന്റെ കാലത്തെ പോലെ പറന്നു നടക്കുകയാണ്, ലുട്ടാപ്പി കണക്ക് കുന്തത്തിൽ കയറി പറന്നു നടക്കുകയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കൃത്യമായ പോലീസ് ആക്ഷൻ ആ കാര്യത്തിൽ ഉണ്ടാവും. പക്ഷേ സ്വയം തിരുത്തേണ്ടത്, സ്വയം ചിന്തിക്കേണ്ടത്, വളർത്തിയത് ആരാണ്, പാലൂട്ടി വളർത്തിയത് ആരാണ്, വളർത്തുമകനെ പോലെ ഏത് പാർട്ടിയിലാണ് വളർന്നതെന്ന് അയാൾ പറയുമ്പോൾ ആരാണ് വളർത്തിയത്, ആ വളർത്തിവിട്ട അച്ഛനമ്മമാർ, മാതാപിതാക്കൾ, ഏത് ആയെങ്കിയുടെ മാതാപിതാക്കളല്ല, ആവർത്തിച്ച് തള്ളി പറയുന്നു. പിന്നെയും സൈബർ സാക്കൾ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധി ശൂന്യത, രാഷ്ട്രീയമില്ലായ്മ എന്നല്ലേ പറയാൻ പറ്റൂ. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് ലൈക്കും ഷെയറിന്റെയും കാര്യമാണല്ലോ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇടാറുണ്ട്. അതിന് 10,000 ലൈക്കുകൾ വരാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ കോൺഗ്രസ് ഓൺ ചെയ്യുന്നുണ്ടോ? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? അതുപോലെ ഈ റോബിൻ ഹുഡ് എന്ന് പറയുന്ന സാധനം പണ്ട് തൊട്ടേ നമ്മുടെ കൾച്ചറിലുള്ളതാണ്. അത് കായംകുളം കൊച്ചുണ്ണിയും വെള്ളായണി പരമൂനെയും ഇത്തിക്കര പക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ വെള്ളായണി പരം ഇത്തിക്കര പക്കിയെ സ്വർണ്ണക്കടത്ത് നടത്തി കാശുണ്ടാക്കിയിട്ടില്ല, ഡർട്ടി ബിസിനസ് നടത്തിയിട്ടില്ല. അന്ന് സ്വർണ്ണക്കടത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തേനെ. ഇവരൊക്കെ മോഷ്ടാക്കളായി, മോഷണം പിടിച്ചുപറിയൊക്കെ ആയിരുന്നു. പിന്നെ അവരെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആക്കിയെടുത്തു. കൊച്ചുണ്ണിയുടെ പേരിലുള്ള കായംകുളം കൊച്ചുണ്ണിയുടെ ക്ഷേത്രത്തിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. ഓ, അത് ഭയങ്കരം തന്നെ. അപ്പൊ ഈ പറഞ്ഞ കണക്കോലെ ആളുകൾ ഇങ്ങനെ കഥകൾ പാടി ഇപ്പത്തെ ഗുണ്ടകളായിട്ടുള്ള പല ആളുകളെ നമ്മൾ ഇതിഹാസ നായകന്മാരായിട്ട് കൊണ്ടു നടക്കുന്നില്ലേ. അപ്പൊ അതൊക്കെ കേരള കൾച്ചറിന്റെ ഭാഗമാണ്. ആന്റി ഹീറോ ആയിട്ടുള്ള സിനിമയിലെ നായകന്മാരെ വേർഷിപ്പ് ചെയ്യുന്നില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് ആളുകളെ ഫോളോ ചെയ്യുന്ന കുറെ ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇതിനെല്ലാം ഒരു പെർട്ടിക്കുലർ പാർട്ടിയുടെ ആളുകളാണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആദർശത്തിന്റെ പല ആളുകൾക്ക് പല രീതിയിലാണ്. ഈ അനുഭാവികളെന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ അനുഭാവികളെന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അനുഭാവികളായി മാറുന്ന യാതൊരു പാർട്ടി ബോധവും ഇല്ലാത്ത, യാതൊരു കമ്മ്യൂണിസ്റ്റ് ബോധവും ഇല്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടല്ലോ, അവർക്ക് ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കൂട്ടം ഇങ്ങനെ വന്നിട്ട് കമന്റ് ചെയ്യും. അതിനെയൊന്നും പാർട്ടിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, പാർട്ടിക്ക് അതിനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക പറയാനും പറ്റില്ല. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഞാൻ വളർന്ന പാർട്ടി വേറെയാണ് എന്ന് പറഞ്ഞ് ഇയാൾ ഈ പാർട്ടിയെ വൃത്തികേട് കാണിക്കുന്നു, ഈ പാർട്ടിയെ തെരുവിൽ തൂക്കി വെക്കുന്നു. ആ നീക്കം തടയാൻ പാർട്ടിക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിയാണ് ആ പാർട്ടി? പരസ്യമായിട്ട് തൂഫാന്റെ പേരിൽ ഒരു കമ്മിറ്റി വിളിച്ച് നഗരത്തിലെ സകല ഗുണ്ടകളെയും വിളിച്ച ആളാണ് പഴയ കോൺഗ്രസ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ MP ആയിട്ടുള്ള സുധാകരൻ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. സുധാകരൻ എന്ത് എറണാകുളത്ത് കാണിച്ചത്? തൂഫാന്റെ പേരിൽ ആളുകളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഒരു കമ്മിറ്റി കൂടി. ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെന്ന് പറഞ്ഞ പോലെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഗുണ്ടകൾ തന്നെയായിരുന്നു. അതൊക്കെ ഓൺ ചെയ്യല്ലേ? ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഓൺ ചെയ്യല്ലേ? സംഘപരിവാറുകാർ ഓൺ ചെയ്യുന്നില്ലേ? SDP-കാർ ഓൺ ചെയ്യുന്നില്ലേ? അങ്ങനെ എല്ലാ സംഘടനകളും ഇത്തരത്തിലുള്ള ആളുകളെ ഓൺ ചെയ്യുന്നുണ്ട്, ഡിസോൺ ചെയ്യുന്നുണ്ട്, ഒരു പരിധി കഴിയുമ്പോൾ വെട്ടിക്കളയുന്നുണ്ട്, അല്ലെ ഒഴിവാക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് നടാടെ നടക്കുന്ന സംഭവമൊന്നുമല്ല. അവരെ പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നിർത്തണോ, കുറെ നേരമായല്ലോ. റോബിൻ ഹുഡായിട്ടൊന്നും നമുക്ക് ഇയാളെ എങ്ങനെയാ താരതമ്യം ചെയ്യാൻ കഴിയുന്നത്? ഇയാൾ എന്താ കായംകുളം കൊച്ചുണ്ടി ചെയ്തതുപോലെ പണക്കാരന്റെ പണം എടുത്ത് പാവപ്പെട്ടവന് കൊടുക്കുകയായിരുന്നോ? റോബിൻ ഹുഡ് ചെയ്തതുപോലെ മോഷണം നടത്തി പാവങ്ങൾക്ക് അന്നം കൊടുക്കുകയായിരുന്നോ ചെയ്തത്? അങ്ങനെ ഒരു കമ്പാരിസണും ഇവിടെ സാധ്യമല്ല. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഹീസ് നോട്ട് എ റോബിൻ ഹുഡ്. ഇവിടെ അയാൾക്ക് ലൈക്ക് അടിക്കുകയോ അയാൾക്ക് ഫേവറബിൾ ആയിട്ട് കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഫോളോവേഴ്സ് ആണെങ്കിലും ഇത്തരത്തിൽ അയാളെ ഒരു റോബിൻ ഹുഡായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, ഒരു വിപ്ലവകാരിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അയാൾക്ക് പബ്ലിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ സമൂഹം എന്നുള്ള നിലയിൽ നാം അധപ്പതിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു പദം തന്നെ വന്നത് എത്രത്തോളം ഹീനമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ട് കടത്തിക്കൊണ്ട് വന്ന എക്സൈസ് ഡ്യൂട്ടി ലാഭിക്കുവാൻ വേണ്ടി അത് ഒളിപ്പിച്ച് കടത്തിക്കൊണ്ട് വരുന്നത്, അത് ട്രാക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ എസെൻഷ്യലി ഹീസ് എ തീഫ്. ഒരു റോബറിയിൽ ഉൾപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഒരു തരത്തിലും ശ്രീ ഹാഷ്മി ഇതിനെ നമുക്ക് ഒരു റോബിൻ ഹുഡ് പരിവേഷവുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. അല്ല, ഞാൻ വീണ്ടും പറയുന്നു, ഇയാള് കായംകുളം കൊച്ചുണ്ണിയോ റോബിൻ ഹുഡോ ഒന്നും അല്ല. എ പേഴ്സൺ വിത്ത് ക്ലിയർ ക്രിമിനൽ ആന്റിസിഡൻസ്. ഇയാള് ക്രിമിനൽ പാസ്റ്റ് ഉള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ അധികാരം വിനിയോഗിക്കാൻ കഴിയുമെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹീസ് ജസ്റ്റ് എ ക്രിമിനൽ. അത്ര മാത്രം കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഒരു പരിവേഷവും കൊടുക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിച്ചവർക്ക് അടിക്കുന്ന ലൈക്കും അല്ലെങ്കിൽ മാസ് ജീവി ആരാധനയും കൊണ്ട് ഇതാണ് വഴി എന്ന് പറഞ്ഞ് ആയങ്കിയുടെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ആർക്കെങ്കിലും അങ്ങനെ വീരാരാധന തോന്നുന്നുണ്ടെങ്കിൽ ജീവിതം കോഞ്ഞാട്ടയായി പോകും. അക്കാര്യത്തിൽ തർക്കം വേണ്ട.